Good morning, my dear students. നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് ISO OSI റെഫറൻസ് മോഡൽ. ലോകത്തിലെ എല്ലാ രാജ്യങ്ങളെയും കമ്പ്യൂട്ടേഴ്സ് അതുപോലെ കമ്പ്യൂട്ടേഴ്സ് നെറ്റ്വർക്ക്സിനൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് യുണൈറ്റഡ് നേഷൻസിൻ്റെ അണ്ടറിൽ വരുന്ന ഒരു അസോസിയേഷനാണ് ITU അഥവാ ഇൻ്റർനാഷണൽ ടെലികമ്മ്യൂണിക്കേഷൻ യൂണിയൻ. അവരുടെ അണ്ടറിൽ വരുന്ന ഒരു ഓർഗനൈസേഷൻ, ഒരു സ്റ്റാൻഡേർഡ് ഓർഗനൈസേഷനാണ് ISO. ISO ഇറ്റ്സ് സിംപ്ലി ഫോർ ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ് ഓർഗനൈസേഷൻ. ഈ ISO 1984 ഡിസൈൻ ചെയ്തെടുത്ത ഒരു നെറ്റ്വർക്ക് റെഫറൻസ് മോഡലാണ് OSI. OSI ഈസ് സിംപ്ലി സ്റ്റാൻഡ് ഫോർ ഓപ്പൺ സിസ്റ്റം ഇൻ്റർകണക്ഷൻ. ഇനി എന്താണ് OSI മോഡലിൻ്റെ പർപ്പസ്? The purpose of OSI model is to facilitate communication between different systems without requiring changes to the logic of underlying hardware and software. അപ്പോൾ രണ്ട് മെഷീൻസ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ ഇവിടെ ഡിഫറെൻറ്റ് മെഷീൻസ്, അപ്പോഴെന്തായിരിക്കും ഡിഫറെൻറ്റ് മെഷീൻസ് ഇത്രയുള്ളൂ. ഓരോ മെഷീനിലും പ്ലാറ്റ്ഫോം, അതായത് സോഫ്റ്റ്വെയർ പ്ലാറ്റ്ഫോം, അതുപോലെ ഡിഫറെൻറ്റ് ഹാർഡ്വെയർസ് ആയിരിക്കും. അതുപോലെ അതിൽ യൂസ് ചെയ്യുന്ന OS, ഇപ്പം ഫോർ എക്സാമ്പിൾ ഞാൻ യൂസ് ചെയ്യുന്നത് ഇപ്പോൾ വിൻഡോസ് ആണെങ്കിൽ അപ്പോൾ ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഡിവൈസസ് സംടൈംസ് ഇറ്റ് മേ ബി ലിനക്സ് അല്ലെങ്കിൽ മാക് OS അങ്ങനെ ഏതെങ്കിലും ആയിരിക്കും, അല്ലേ? ഏത് മെഷീൻസ് ആണെങ്കിലും അതിൽ ഹാർഡ്വെയർസ് അല്ലെങ്കിൽ സോഫ്റ്റ്വെയർസ് ഡിഫറെൻ്റ് ആണെങ്കിലും നമുക്ക് OSI മോഡൽ ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കൊരു യൂണിഫോം അല്ലെങ്കിൽ കമ്പാറ്റിബിൾ കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആവും. മനസ്സിലായോ? ഇതാണ് മെയിനായിട്ട് OSI റെഫറൻസ് മോഡലിൻ്റെ പർപ്പസ്. ഓക്കെ, എങ്ങനെയാണ് OSI റെഫറൻസ് മോഡൽ ഡിസൈൻ ചെയ്തിട്ടുള്ളത്? ഇറ്റ് ഹാസ് എ ഹൈറാർക്കിയൽ ലെയേർഡ് ആർക്കിടെക്ചർ. ദാറ്റ് മീൻസ് ഇതിൽ 7 ലെയേഴ്സ് ആയിട്ടാണ് OSI റെഫറൻസ് മോഡൽ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇങ്ങനെ ലെയേഴ്സായിട്ട് ഡിസൈൻ ചെയ്തതുകൊണ്ട് തന്നെ നമുക്ക് ഈസി ആയിട്ട് നെറ്റ്വർക്കിൽ വരുന്ന പ്രോബ്ലംസ് ഐഡൻറ്റിഫൈ ചെയ്ത് ട്രബിൾ ഷൂട്ട് ചെയ്യാൻ എളുപ്പമാണ്. ഓക്കെ, ഓരോ ലെയറിനും, അതായത് ഈച്ച് ലെയർ ഹാസ് ഇറ്റ്സ് ഓൺ ഇൻഡിവിജ്വൽ ഫങ്ഷൻ. ഓരോ ലെയേഴ്സിനും ഓരോ ഡിസൈൻ ഇഷ്യൂസ്, അതായത് സിംപ്ലി ഫങ്ഷൻ, ഒരു ഫങ്ഷൻ ഉണ്ടായിരുന്നു. OSI റെഫറൻസ് മോഡലിലെ ഈ 7 ലെയേഴ്സ് അല്ലെങ്കിൽ 7 ലെയേഴ്സ് ഏതൊക്കെയാണ് നോക്കാം. നമ്മൾ ഒന്നുകിൽ മുകളിൽ നിന്ന് താഴോട്ട് പഠിക്കുക, അല്ലെങ്കിൽ താഴെ നിന്ന് മുകളിലോട്ട് നോക്കാം. നമുക്ക് മുകളിൽ നിന്നും താഴോട്ട് പോകാം. അപ്പോൾ ടോപ്പ് മോസ്റ്റ് ലെയർ, അതായത് ഫസ്റ്റ് ലെയർ, ആൻഡ് ദാറ്റ് വൺ ഈസ് ആപ്ലിക്കേഷൻ ലെയർ. ദ നെക്സ്റ്റ് സെക്കൻഡ് വൺ പ്രസൻറ്റേഷൻ ലെയർ, തേർഡ് സെഷൻ ലെയർ, ഫോർത്ത് ട്രാൻസ്പോർട്ട് ലെയർ, ഫിഫ്ത്ത് വൺ നെറ്റ്വർക്ക് ലെയർ, സിക്സ്ത് വൺ ഡാറ്റ ലിങ്ക് ലെയർ, ആൻഡ് സെവൻത്ത് വൺ, അതായത് ലാസ്റ്റ് ബോട്ടം ലെവൽ അല്ലെങ്കിൽ ബോട്ടം ലെയർ, ആൻഡ് ദാറ്റ് വൺ ഈസ് ഫിസിക്കൽ ലെയർ. ഇതൊക്കെയാണ് OSI റെഫറൻസ് മോഡിലെ 7 ലെയേഴ്സ്. മനസ്സിലായോ? ഇതിൽ ടോപ്പ് 3 ലെയർ, അതായത് ആപ്ലിക്കേഷൻ ലെയർ, പ്രസൻറ്റേഷൻ ലെയർ, സെഷൻ ലെയർ, ഇവയെ നമ്മൾ സോഫ്റ്റ്വെയർ ലെയേഴ്സ് എന്ന് പറയുന്നു. അതായത് സോഫ്റ്റ്വെയർ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് അല്ലെങ്കിൽ ഫങ്ഷൻസാണ് ഇവ മൂന്നും ചെയ്യുന്നത്. അതുകൊണ്ട് ആപ്ലിക്കേഷൻ ലെയർ, പ്രസൻറ്റേഷൻ ലെയർ ആൻഡ് സെഷൻ ലെയേഴ്സ്, ഇവ മൂന്നിനെയും കൂടി നമ്മൾ സോഫ്റ്റ്വെയർ ലെയേഴ്സ് എന്ന് പറയും. അതുപോലെ ഏറ്റവും താഴെയുള്ള 3 ലെയേഴ്സ് അതൊക്കെയാണ് നെറ്റ്വർക്ക് ലെയേഴ്സ്, ഡാറ്റ ലിങ്ക് ആൻഡ് ലാസ്റ്റ് വൺ ഫിസിക്കൽ ലെയർ. ഇവ മൂന്നിനെയും കൂടി നമ്മൾ ഹാർഡ്വെയർ ലെയേഴ്സ് എന്ന് പറയുന്നു. അതായത് ഹാർഡ്വെയർ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഈ 3 ലെയറും ചെയ്യുന്നത്. ദെർഫോർ ഇറ്റ്സ് നോൺ ആസ് ഹാർഡ്വെയർ ലെയേഴ്സ്. മിഡിലായിട്ട് കാണുന്ന ട്രാൻസ്പോർട്ട് ലെയറിനെ നമ്മൾ ഹാർട്ട് ഓഫ് ദ OSI എന്ന് പറയും. ഒരു ലോജിക്കൽ ഇമാജിനേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ഈ OSI ലെയർ സിമ്പിളായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, 2 സിസ്റ്റം തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതെന്ന് സപ്പോസ് വിചാരിക്കുക. ഒരു മെഷീൻ വേറൊരു മെഷീനിലേക്ക് ഡാറ്റ സെൻഡ് ചെയ്യുന്നു. അതായത് ഫസ്റ്റ് മെഷീൻ സെക്കൻഡ് മെഷീനിലേക്ക് ഡാറ്റ സെൻഡ് ചെയ്യുന്നു. അപ്പോൾ ഈ ഫസ്റ്റ് മെഷീനിലും നമ്മുടെ 7 OSI ലെയേഴ്സ് ഉണ്ട്, അതേപോലെ സെക്കൻഡ് മെഷീനിലും 7 OSI ലെയേഴ്സ് ഉണ്ട്. നമ്മൾ യൂസർ ഇൻട്രാക്റ്റ് ചെയ്യും, അല്ലേ? ഫസ്റ്റ് മെഷീനിലാണ് നമ്മൾ
ഡാറ്റ യൂസ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ നെറ്റ്വർക്ക് ഇൻ്റർനെറ്റ് യൂസ് ചെയ്തിട്ടുള്ളതാണെങ്കിൽ നമ്മൾ നെറ്റ് ബ്രൗസ് ചെയ്യും അല്ലേ. ഇവിടെ നമ്മൾ എന്തെങ്കിലും റിക്വസ്റ്റ് അല്ലെങ്കിൽ ഒരു വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യും. അപ്പോൾ യൂസർ ഇൻട്രാക്ട് ചെയ്യുന്ന ആപ്ലിക്കേഷൻ ലെയർ, അതിലൂടെ ഡാറ്റ നെക്സ്റ്റ് താഴെ ലെയറായ പ്രസൻറ്റേഷൻ വഴി, സെഷൻ വഴി, അങ്ങനെ ഏറ്റവും ബോട്ടം ലെയറായ ഫസ്റ്റ് മെഷീനിലെ ഫിസിക്കൽ ലെയറിൽ എത്തിച്ചേരും. ഇപ്പോൾ ഇവിടെ ഡാറ്റ ഉള്ളത് ഫസ്റ്റ് മെഷീനിലെ ഫിസിക്കൽ ലെയറിൽ, അതായത് മുകളിൽ നിന്നും താഴോട്ട് പോകും. ഇനി ഈ ഡാറ്റ സെക്കൻഡ് മെഷീനിലേക്ക് പാസ് ചെയ്യണം. അപ്പോൾ ഫസ്റ്റ് മെഷീനിലെ ഫിസിക്കൽ ലെയർ സെക്കൻഡ് മെഷീനിലെ, അതായത് റിസീവർ മെഷീനിലെ ഫിസിക്കൽ ലെയറിലേക്ക് ഡാറ്റ പാസ് ചെയ്യുന്നു. ഈ ഡാറ്റ ഫിസിക്കൽ ലെയറിന് മുകളിലെ ഡാറ്റ ലിങ്ക് ലെയർ വഴി, അങ്ങനെ മുകളിലെ ലെയർ വഴി ഏറ്റവും ടോപ്പ് മോസ്റ്റ് ലെയറായ റിസീവർ സെക്ഷൻ, അതായത് റിസീവർ മെഷീനിലെ ആപ്ലിക്കേഷൻ ലെയറിലെത്തി. ഈ ആപ്ലിക്കേഷൻ ലെയറിൽ വെച്ച് സെക്കൻഡ് മെഷീനിലെ യൂസേഴ്സിന് ഡാറ്റ ആക്സസ് ചെയ്യാൻ പറ്റും. മനസ്സിലായോ? ഇനി സെക്കൻഡ് മെഷീൻ ഫസ്റ്റ് മെഷീനിലേക്കാണ് ഡാറ്റ പാസ് ചെയ്യുന്നതെങ്കിൽ നേരെ തിരിച്ച് സെക്കൻഡ് മെഷീനിലെ ആപ്ലിക്കേഷൻ ലെയറിലെ ഡാറ്റ പാസ് ചെയ്ത് പ്രസൻറ്റേഷൻ വഴി സെക്കൻഡ് ലെയറിലെ ഫിസിക്കലിലെത്തും. അപ്പോൾ സെക്കൻഡ് ലെയറിലെ ഫിസിക്കൽ ലെയറിലെ ഡാറ്റ എവിടത്തേക്ക് പാസ് ചെയ്യും? ഫസ്റ്റ് മെഷീനിലെ ഫിസിക്കൽ ലെയർ. അവിടുന്ന് ടോപ്പ് 1 by 1 ആയിട്ട് എവിടത്തേക്ക് പാസ് ചെയ്യും? ഫസ്റ്റ് മെഷീനിലെ ആപ്ലിക്കേഷൻ ലെയറിൽ എത്തിച്ചേരും. അവിടുന്ന് യൂസറിന് ഡാറ്റ ആക്സസ് ചെയ്യാൻ പറ്റും. ഓക്കെ, നമ്മളിപ്പോൾ ലെയേഴ്സ് പഠിച്ചതിൽ ടോപ്പ് മോസ്റ്റ് ലെയേഴ്സ് സോഫ്റ്റ്വെയർ ലെയേഴ്സ് ആണെന്ന് പറഞ്ഞില്ല. അതായത് ഇറ്റ് റിസൈഡ്സ് ഇൻസൈഡ് ദി സിസ്റ്റം, അതായത് മെഷീൻ്റെ ഇൻസൈഡായിട്ട്, അത് സോഫ്റ്റ്വെയറിലായിരിക്കും ഈ കാര്യങ്ങൾ, ഈ 3 ലെയേഴ്സും റിസൈഡ് ചെയ്യുന്നത്. ദെൻ നെക്സ്റ്റ് ഹാർഡ്വെയർ ലെയേഴ്സ്. ഏതൊക്കെയാണ്? നെറ്റ്വർക്ക്, ഡാറ്റ ലിങ്ക്, ഫിസിക്കൽ ലെയർ. ഇവ 3 ഔട്ട്സൈഡ് ഓഫ് ദി മെഷീൻ. ഓക്കെ, അതായത് ഹാർഡ്വെയർ റിലേറ്റഡ് ആയിട്ടുള്ള ലെയേഴ്സാണ്. ഓക്കെ, ഇനി നമ്മൾ ഓരോ ലെയേഴ്സും എന്തൊക്കെയാണ്, അതിൻ്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണ് എന്ന് മനസ്സിലാക്കാം. ഇത് പഠിക്കുമ്പോൾ ഒരു സിമ്പിൾ ലോജിക്കൽ വ്യൂ അല്ലെങ്കിൽ ഒരു ഇമാജിനേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. ഓക്കെ, നിങ്ങൾ ജസ്റ്റ് ഓരോ ലെയേഴ്സും ചെയ്യുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ഈ ഫങ്ഷൻസ് എന്തൊക്കെയാണെന്ന് പഠിക്കുക. ആപ്ലിക്കേഷൻ ലെയർ, ടോപ്പ് മോസ്റ്റ് ലെയർ ഇൻ ദി OSI റെഫറൻസ് മോഡൽ, അതാണ് ആപ്ലിക്കേഷൻ ലെയർ. അപ്പോൾ നമ്മളിങ്ങനെ ഇൻ്റർനെറ്റ് ആക്സസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ബ്രൗസ് ചെയ്യുന്നത് എങ്ങനെയാണ്? എല്ലാ കണക്ഷൻസും ഓക്കെ ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ സിസ്റ്റത്തിൽ ബ്രൗസർ ഓപ്പൺ ചെയ്യും അല്ലേ. ഏതൊക്കെയാണ് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ബ്രൗസേഴ്സ്? ഇറ്റ് മേ ബി ഗൂഗിൾ ക്രോം, മോസില്ല ഫയർഫോക്സ്, ഇൻ്റർനെറ്റ് എക്സ്പ്ലോറർ എക്സെട്ര അല്ലേ. നമ്മൾ മൊബൈലിലാണെങ്കിൽ ഒപ്പേറ മിനി, ക്രോമും, UC ബ്രൗസർ, അങ്ങനെ കുറേ ബ്രൗസേഴ്സ് ഉണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ ബ്രൗസ് ചെയ്യുന്നത് എങ്ങനെയാണ്? ബ്രൗസ് ചെയ്യുമ്പോൾ നമ്മൾ അറിയാതെ തന്നെ ബ്രൗസർ സോഫ്റ്റ്വെയർസ് കുറേ പ്രോട്ടോകോൾസ് യൂസ് ചെയ്തിട്ടാണ് നമ്മളുടെ സർവീസസ് സാറ്റിസ്ഫൈ ചെയ്യുന്നത്. എന്തൊക്കെയാണ് സർവീസസ്? ഇറ്റ് മേ ബി ഇമെയിൽ സർവീസ് ആവാം, വെബ് സർവീസ് ആവാം, ചാറ്റ് സർവീസ് ആവാം, ഇ-കൊമേഴ്സ് സർവീസ് ആവാം. അങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള സർവീസസ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ബ്രൗസേഴ്സ് അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ പ്രോഗ്രാംസ് കുറേ പ്രോട്ടോകോൾസ് യൂസ് ചെയ്യും. HTTP ബ്രൗസറിൻ്റെ ടോപ്പിൽ കാണുന്നത് URL http.com എന്നെല്ലാം പറഞ്ഞിട്ട് കേട്ടിട്ടില്ലേ. അപ്പോൾ ഇങ്ങനെയുള്ള കുറേ പ്രോട്ടോകോൾസിൻ്റെ സഹായത്തോടു കൂടിയാണ് നമ്മുടെ സർവീസസ് ആപ്ലിക്കേഷൻ പ്രോഗ്രാംസ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. ഇതുതന്നെയാണ് ആപ്ലിക്കേഷൻ ലെയറിൻ്റെ മെയിനായിട്ടുള്ള ഫങ്ഷൻ. ദാറ്റ് മീൻസ് ഇറ്റ് പ്രൊവൈഡ്സ് so many protocols, services required by the application programs. Application programs like browsers, Skype, etc. to connect with the internet. ഇത്രയേ ഉള്ളൂ. ആപ്ലിക്കേഷൻ ലെയർ ആപ്ലിക്കേഷൻ പ്രോഗ്രാംസ് കുറേ പ്രോട്ടോകോൾസ് യൂസ് ചെയ്തിട്ട് നമുക്ക് വേണ്ടുന്ന സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്നു. ഇതാണ് ആപ്ലിക്കേഷൻ ലെയറിൻ്റെ മെയിനായിട്ടുള്ള ഫങ്ഷൻ. ഇങ്ങനെയുള്ള പ്രോട്ടോകോൾ സർവീസസ് ഇവയൊക്കെ ഉൾപ്പെട്ടിട്ടുള്ളതാണ് നമ്മുടെ ആപ്ലിക്കേഷൻ ലെയർ. ഇനി കുറച്ച് പ്രോട്ടോകോൾസും അതിന് കറസ്പോണ്ടിങ് അല്ലെങ്കിൽ കുറച്ച് സർവീസസും അതിന് ഹെൽപ്പ് ചെയ്യുന്ന പ്രോട്ടോകോൾസും ഏതൊക്കെയാണെന്ന് നോക്കാം.
വെബ് സർവീസസിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന HTTP, അതായത് ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോക്കോൾ. വേറൊരു പ്രോട്ടോക്കോളുണ്ട് ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോക്കോൾ സെക്യൂർ. നമ്മൾ ഇൻ്റർനെറ്റ് ബാങ്കിങ് ഒക്കെ നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ URL അഡ്രസ് ബാർ നോക്കിയിട്ടുണ്ടെങ്കിൽ അവിടെ HTTPS ആണെന്ന് കാണാം. സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന പ്രോട്ടോക്കോളാണ് HTTPS. ദ നെക്സ്റ്റ് സർവീസ് ഫയൽ ട്രാൻസ്ഫറിങ്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ FTP യൂസ് ചെയ്യുന്നത്. FTP ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോക്കോൾ. ദ നെക്സ്റ്റ് മെയിൽ സർവീസസ് അല്ലെങ്കിൽ ഇമെയിൽ സർവീസസിന് വേണ്ടി യൂസ് ചെയ്യുന്ന 2 പ്രോട്ടോക്കോൾസാണ് SMTP. പഴയ കാലത്തൊക്കെ യൂസ് ചെയ്ത ഒരു പ്രോട്ടോക്കോളാണ് സിമ്പിൾ മെയിൽ ട്രാൻസ്ഫർ പ്രോട്ടോക്കോൾ. ഇപ്പോൾ കറൻ്റ് യൂസ് ചെയ്യുന്ന പ്രോട്ടോക്കോൾസ് പോസ്റ്റ് ഓഫീസ് പ്രോട്ടോക്കോൾ, അതായത് POP, പോസ്റ്റ് ഓഫീസ് പ്രോട്ടോക്കോൾ. നമ്മൾ ജിമെയിലൊക്കെ ഇതാണ് POP3 അല്ലെങ്കിൽ POP യൂസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ മെയിനായിട്ട് ഓർമ്മിച്ച് വെക്കേണ്ടത് എത്രയേ ഉള്ളൂ. വാട്ട് ഈസ് ദ ഫങ്ഷൻ ഓഫ് ആപ്ലിക്കേഷൻ ലെയർ? ഇറ്റ് പ്രൊവൈഡ്സ് so many protocols, services required by the application programs to connect with the internet. അപ്പോൾ നമ്മളൊരു ഡാറ്റ ഒരു മെഷീനിൽ നിന്ന് വേറൊരു മെഷീനിലേക്ക് സെൻഡ് ചെയ്യുമ്പോൾ നമ്മൾ യൂസർ ഇൻ്റർഫേസ് യൂസ് ചെയ്യുന്നത് ഏത് ലെയറിലായിരിക്കും? ആപ്ലിക്കേഷൻ ലെയറിലായിരിക്കും. മനസ്സിലായോ? ആപ്ലിക്കേഷൻ ലെയറിനെ നമ്മൾ ഡെസ്ക്ടോപ്പ് ലെയേഴ്സ് എന്നും വിളിക്കാറുണ്ട്. നമ്മൾ അടുത്തതായി ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ലെയർ പ്രസൻറ്റേഷൻ ലെയർ. ആപ്ലിക്കേഷൻ ലെയറിനെ തൊട്ടു താഴെയുള്ള ലെയറാണ് പ്രസൻറ്റേഷൻ ലെയർ. അപ്പോൾ ആപ്ലിക്കേഷൻ ലെയറിൽ നിന്നും വരുന്ന ഡാറ്റ റിസീവ് ചെയ്യുക എന്നതാണ് പ്രസൻറ്റേഷൻ ലെയറിൻ്റെ ഫസ്റ്റ് ഫങ്ഷൻ. അപ്പോൾ ഇങ്ങനെ റിസീവ് ചെയ്യുന്ന ഡാറ്റ, അതായത് യൂസർ ഡാറ്റയായിരിക്കും ആപ്ലിക്കേഷൻ ലെയറിനുണ്ടാവുക, അല്ലേ? അത് എന്തൊക്കെയാകാം? വീഡിയോ ആകാം, ഓഡിയോ ആകാം, പിക്ചർ ആകാം, അങ്ങനെ പലതും. അതായത് ആൽഫബറ്റ്സ് ഉണ്ടാകും, ഡിജിറ്റ്സ് ഉണ്ടാകും, ആൽഫാന്യൂമറിക്കൽസ് ഉണ്ടാകും, അങ്ങനെ ഡിഫറെൻ്റ് കാറ്റഗറീസിൽ ഉൾപ്പെടുന്ന ഡാറ്റ ഏതിലേക്ക് എത്തിച്ചേർന്നു? ഇപ്പോൾ പ്രസൻറ്റേഷൻ ലെയറിൽ എത്തിച്ചേർന്നു, അല്ലേ? അപ്പോൾ ഈ ഡാറ്റയെ വേറൊരു ഫോമിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നു. അതായത് നമ്മുടെ യൂസർ ഡാറ്റയെ അതിൻ്റെ ബേസിക് ഫോം, അതായത് സിസ്റ്റത്തിന് മനസ്സിലാകുക, അതായത് മെഷീൻ അണ്ടർസ്റ്റാൻഡബിൾ ലാംഗ്വേജിലേക്ക് കൺവേർട്ട് ചെയ്യുക അല്ലെങ്കിൽ ട്രാൻസ്ലേറ്റ് ചെയ്യുക. അതാണ് പ്രസൻറ്റേഷൻ ലെയർ ചെയ്യുന്ന ഫസ്റ്റ് മെയിൻ ടാസ്ക്. ഓക്കെ, അതായത് ഇത്രയുള്ള ഡിഫറെൻറ്റ് ഫോർമാറ്റിൽ വരുന്ന യൂസർ ഡാറ്റയെ ബിറ്റ് സ്ട്രീമിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു ഓർ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നു. ഇതാണ് ട്രാൻസ്ലേഷൻ. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്ത ഡാറ്റ യൂസേഴ്സിന് മനസ്സിലാകാത്ത വിധം വേറൊരു ഫോമിലേക്കാണ് കൺവേർട്ട് ചെയ്യുന്നത്. അപ്പോൾ ട്രാൻസ്ലേഷൻ്റെ കൂടെ തന്നെ പ്രസൻറ്റേഷൻ ലെയർ ചെയ്യുന്ന വേറൊരു ഫങ്ഷനാണ് എൻക്രിപ്ഷൻ. അപ്പോഴെന്തായിരിക്കും എൻക്രിപ്ഷൻ? എൻക്രിപ്ഷൻ മീൻസ് ജസ്റ്റ് കൺവേർട്ടിങ് ഒറിജിനൽ ഡാറ്റ ഇൻറ്റു ഡിഫറെൻറ്റ് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുക. അതായത് യൂസേഴ്സിന് മനസ്സിലാകുന്ന ലാംഗ്വേജിലുള്ള ഡാറ്റ മനസ്സിലാവാത്ത വേറൊരു ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു. ഇതിനെയാണ് നമ്മൾ ഇവിടെ എൻക്രിപ്ഷൻ കൊണ്ട് മീൻ ചെയ്യുന്നത്. ഡിക്രിപ്ഷൻ എവിടെയായിരിക്കും സംഭവിക്കുക? എൻക്രിപ്ഷൻ അതുപോലെ ഡിക്രിപ്ഷൻ. എൻക്രിപ്ഷൻ നടക്കുന്നത് സെൻറ്റർ മെഷീനിലെ പ്രസൻറ്റേഷൻ ലെയറിലാണ്. അപ്പോൾ ഡിക്രിപ്ഷൻ നടക്കുന്നത് റിസീവർ മെഷീനിലെ പ്രസൻറ്റേഷൻ ലെയറായിരിക്കും. അപ്പോൾ എന്തായിരിക്കും ഡിക്രിപ്ഷൻ? എൻക്രിപ്ഷൻ ഓപ്പറേഷനെ ജസ്റ്റ് ഓപ്പോസിറ്റ്. എന്തായിരിക്കും അത്? അതായത് യൂസേഴ്സിന് മനസ്സിലാകാത്ത രീതിയിലുള്ള ഡാറ്റയെ ഒറിജിനൽ ഡാറ്റയിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു. ഇതാണ് റിസീവർ സെക്ഷനിലെ അല്ലെങ്കിൽ റിസീവർ മെഷീനിലെ പ്രസൻറ്റേഷൻ ലെയർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ പ്രസൻറ്റേഷൻ ലെയറിൻ്റെ എത്ര ഫങ്ഷൻസ് പഠിച്ചു? യൂസർ ഡാറ്റ ആപ്ലിക്കേഷൻ ലെയറിൽ നിന്ന് റിസീവ് ചെയ്തതിന് ശേഷം ജസ്റ്റ് ട്രാൻസ്ലേറ്റ് ചെയ്യും. അതിനോടൊപ്പം തന്നെ എൻക്രിപ്ഷനും ഡിക്രിപ്ഷനും കൂടി ആര് ചെയ്യും? പ്രസൻറ്റേഷൻ ലെയർ ചെയ്യും. ഓക്കെ,
ഈ എൻക്രിപ്ഷൻ അല്ലെങ്കിൽ ഡിക്രിപ്ഷന് വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു പ്രോട്ടോക്കോളാണ് SSL പ്രോട്ടോക്കോൾ എന്ന് പറയും. അതായത് അതിൻ്റെ ഫുൾ ഫോം സെക്യൂർഡ് സോക്കറ്റ് ലെയർ പ്രോട്ടോക്കോൾ. ഇതാണ് മെയിനായിട്ട് പ്രസൻറ്റേഷൻ ലെയറിൽ യൂസ് ചെയ്യുന്ന ഒരു പ്രോട്ടോക്കോൾ. ഇനി തേർഡ് ഫങ്ഷൻ ഓഫ് പ്രസൻറ്റേഷൻ ലെയർ ആൻഡ് ദാറ്റ് വൺ ഈസ് കംപ്രഷൻ. ദെൻ വാട്ട് യു മൈ കംപ്രഷൻ? നിങ്ങൾ വീഡിയോ കംപ്രഷൻ അല്ലെങ്കിൽ ഓഡിയോ കംപ്രഷൻ എന്നൊക്കെ കേട്ടിട്ടുണ്ടാകും അല്ലേ? സിപ്പ്, വിൻസിപ്പ് ആപ്ലിക്കേഷൻ പ്രോഗ്രാംസൊക്കെ വിൻഡോസിൽ യൂസ് ചെയ്തിട്ട് നമ്മൾ ഡാറ്റയുടെ അല്ലെങ്കിൽ ഫയലിൻ്റെ സൈസ് റെഡ്യൂസ് ചെയ്യും അല്ലേ? അപ്പോഴെന്തായിരിക്കും കംപ്രഷൻ? കംപ്രഷൻ മീൻസ് ജസ്റ്റ് ഇത്രയേ ഉള്ളൂ, ഇറ്റ്സ് എ റിഡക്ഷൻ ഓഫ് ബിറ്റ്സ് ഇൻ ദ ഒറിജിനൽ ഡാറ്റ. അതായത് നമ്മുടെ ഒറിജിനൽ ഡാറ്റയുടെ ബിറ്റ്സ് റെഡ്യൂസ് ചെയ്തിട്ട് സൈസ് കുറക്കുന്നു. ഇതിനെയാണ് ഡാറ്റ കംപ്രഷൻ അല്ലെങ്കിൽ ബിറ്റ് കംപ്രഷൻ എന്ന് പറയുന്നത്. ഇത് പ്രസൻറ്റേഷൻ ലെയറാണ് ചെയ്യുന്നത്. നിങ്ങളിപ്പോൾ ഒരു വീഡിയോ അല്ലെങ്കിൽ വീഡിയോ സെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ 10 MB to 4 MB ആക്കി കംപ്രസ് ചെയ്യുന്നു എന്നൊക്കെ കേട്ടിട്ടുള്ളത്. അപ്പോൾ ഈ കംപ്രഷൻ ആരാണ് ചെയ്യുന്നത്? പ്രസൻറ്റേഷൻ ലെയറാണ് കംപ്രഷൻ ചെയ്യുന്നത്. ഡാറ്റയുടെ സൈസ് കുറയുമ്പോൾ നമുക്ക് ഡാറ്റ ട്രാൻസ്ഫർ ഫാസ്റ്റായിട്ട് എളുപ്പത്തിൽ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഡാറ്റ കംപ്രഷൻ ചെയ്തുകൊണ്ടുള്ള ഗുണമെന്താ അല്ലെങ്കിൽ അഡ്വാൻറ്റേജ് എന്താണ്? നമുക്ക് ഫാസ്റ്റായിട്ട് ഈ ബിറ്റ് സ്ട്രീമിനെ റെഡ്യൂസ് ചെയ്തിട്ട് സൈസ് റെഡ്യൂസ് ചെയ്തിട്ട് വളരെ ഫാസ്റ്റായിട്ട് നെക്സ്റ്റ് അതിൻ്റെ പ്രസൻറ്റേഷൻ ലെയറിൻ്റെ തൊട്ട് താഴെയുള്ള ലെയറിലേക്ക് മൂവ് ചെയ്യാൻ പറ്റും. ഇതാണ് പ്രസൻറ്റേഷൻ ലെയറിൻ്റെ ഫങ്ഷൻസ്. ഏതൊക്കെയാണ്? ഫസ്റ്റ് റിസീവ് ചെയ്ത ഡാറ്റയെ നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നു. ട്രാൻസ്ലേറ്റ് ഒപ്പം തന്നെ എൻക്രിപ്ഷൻ അല്ലെങ്കിൽ ഡിക്രിപ്ഷൻ. അതുപോലെ തേർഡ് ഫങ്ഷൻ ആൻഡ് ദാറ്റ് വൺ ഈസ് കംപ്രഷൻ. ഓക്കെ, അടുത്തതായി ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ലെയർ സെഷൻ ലെയർ. OSI ലെയറിൽ നമ്മൾ ടോപ്പിൽ നിന്ന് മൂവ് ചെയ്യുകയാണെങ്കിൽ ആപ്ലിക്കേഷൻ ലെയർ, പ്രസൻറ്റേഷൻ ലെയർ, തൊട്ട് താഴെ കാണുന്ന ലെയറാണ് സെഷൻ ലെയർ. നമ്മൾ ആദ്യം എന്തൊക്കെയാണ് സെഷൻ ലെയറിൻ്റെ ഫങ്ഷൻ എന്ന് നോക്കാം. ഫസ്റ്റ്, ഇറ്റ് ഈസ് റെസ്പോൺസിബിൾ ഫോർ എസ്റ്റാബ്ലിഷിംഗ്, maintaining and terminating session. Second function is token management. Third one, dialogue control, and last one, user authentication or authorization. ഇതൊക്കെയാണ് സെഷൻ ലെയറിൻ്റെ മെയിനായിട്ടുള്ള ടാസ്ക്. അവ എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് ഫങ്ഷൻ ഈസ് എസ്റ്റാബ്ലിഷിംഗ്, മെയിൻറ്റെയിനിങ് ആൻഡ് ടെർമിനേറ്റിംഗ് സെഷൻസ്. അപ്പോഴെന്താണ് ഒരു സെഷൻ? സെഷൻ മീൻസ് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ലോഗിൻ സെഷൻ എന്നൊക്കെ കേട്ടിട്ടില്ലേ? അതായത് നമ്മളിപ്പോൾ ബ്രൗസറിൽ കുറേ ടാബ്സ് ഓപ്പൺ ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുക. സപ്പോസ് ഫസ്റ്റ് വണ്ണിൽ ഫേസ്ബുക്ക്, സെക്കൻഡ് വൺ ഇൻ്റർനെറ്റ് ബാങ്കിങ്ങിൻ്റെ SBIയോ കാനറ ബാങ്കോ അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു സൈറ്റ്, അതേപോലെ കുറേ ടാബ്സ്, മാതൃഭൂമി, അങ്ങനെ കുറേ പേജസ്. നമ്മളിപ്പോൾ ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്തു, കുറേ പോസ്റ്റ് വ്യൂ ചെയ്തു. അതിനുശേഷം വേറൊരു ടാബിലേക്ക് നമ്മൾ ഓപ്പൺ ചെയ്തു, ടാബ് വ്യൂ ചെയ്തു. അതിലിപ്പോൾ ഇൻ്റർനെറ്റ് ബാങ്കിങ്ങിൻ്റെ ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ, ഫോർ എക്സാമ്പിൾ SBIയുടെ ആണെന്ന് വിചാരിച്ചു, അതിൽ ലോഗിൻ ചെയ്തു. നമ്മളേതെങ്കിലും ട്രാൻസാക്ഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. ആ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ വേറൊരു പേജ് അല്ലെങ്കിൽ വേറൊരു ടാബിൽ പോയിട്ട് മാതൃഭൂമിയോ അങ്ങനെ എന്തെങ്കിലും ഒരു സൈറ്റ് ഓപ്പൺ അല്ലെങ്കിൽ വ്യൂ ചെയ്യുന്നു. അപ്പോൾ വീണ്ടും ഈ ഇൻ്റർനെറ്റ് ബാങ്കിങ്ങിൻ്റെ SBIയുടെ പേജിലേക്ക് വരുമ്പോൾ അവിടെ ആ സെഷൻ കീപ്പ് ചെയ്യണം അല്ലേ? അതുപോലെ FBയിലേക്ക് പോയിട്ട് FB ഇപ്പോൾ ക്ലോസ് ചെയ്യുന്നുണ്ടെങ്കിൽ മറ്റ് പേജസിന് ഇത് എഫക്റ്റ് ചെയ്തുവിടുക. ഇങ്ങനെയുള്ള എല്ലാ ഓപ്പറേഷൻസും കീപ്പ് ചെയ്യുക. ഇതാണ് സെഷൻ ലെയറിൻ്റെ മെയിനായിട്ടുള്ള ഒരു ഫങ്ഷൻ. അതായത് സെഷൻസ് സ്റ്റാർട്ട് ചെയ്യുക, സ്റ്റോപ്പ് ചെയ്യുക, അതിനിടയിൽ വരുന്ന സെഷൻസ് മെയിൻറ്റെയിൻ ചെയ്യുക. അതായത് ഇറ്റ് കീപ്സ് ദ ട്രാക്ക് ഓഫ് ദി സെഷൻ, ആൻഡ് ദിസ് വൺ ഈസ് ദ മെയിൻ ഫങ്ഷൻ ഓഫ് സെഷൻ ലെയർ. ഓക്കെ, then moves to second function, and that one is token management. Next function of session layer is token management. എന്താണ് ടോക്കൺ മാനേജ്മെൻറ്റ്? അതായത് ആപ്ലിക്കേഷൻ പ്രോഗ്രാംസ്, കുറേ ആപ്ലിക്കേഷൻ, സംടൈംസ് ഒരു ആപ്ലിക്കേഷൻ പ്രോസസ്സ് രണ്ടോ അല്ലെങ്കിൽ അതിലധികമോ യൂസേഴ്സ് അറ്റ് എ ടൈം റിക്വസ്റ്റ് ചെയ്യുമ്പോൾ ഓരോ യൂസേഴ്സിനും ഓരോ ടോക്കൺ അസൈൻ ചെയ്ത് ഓപ്പറേഷൻ സിങ്ക്രണൈസ് ചെയ്യണം. എങ്കിൽ മാത്രമേ ആ പ്രോസസ്സ് കറക്റ്റായിട്ട് വർക്ക് ചെയ്യത്തുള്ളൂ അല്ലേ? അപ്പോൾ ഈ റിക്വസ്റ്റ് ചെയ്യുന്ന ഓരോ യൂസേഴ്സിനും ടോക്കൺ അസൈൻ ചെയ്ത് അതിൻ്റെ ട്രാക്ക് കീപ്പ് ചെയ്യുക.
ഓരോ പ്രോസസ്സിന് ഏത് ടൈം എപ്പോൾ അസൈൻ ചെയ്യണം, ഇതൊക്കെ ചെയ്യുന്നത് ആരാണ്? സെഷൻ ലെയറാണ്. തേർഡ് ഫംഗ്ഷൻ ഓഫ് സെഷൻ ലെയർ ഈസ് ഡയലോഗ് കൺട്രോൾ. ദെൻ വാട്ട് മീൻ ഡയലോഗ് കൺട്രോൾ? ഇത്രയേ ഉള്ളൂ. മെഷീൻസ് തമ്മിൽ ഡാറ്റ ട്രാൻസ്മിഷൻ അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഡാറ്റ ട്രാൻസ്മിഷൻ മോഡ്സ് പഠിച്ചല്ലോ. അപ്പോൾ ഏത് ടൈപ്പ് ഡാറ്റ ട്രാൻസ്മിഷൻ മോഡ്സാണ് അവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ടത് എന്ന് ഡിസൈഡ് ചെയ്യുന്നത് ആരാണ്? സെഷൻ ലെയർ ആവാം. ട്രാൻസ്മിഷൻ മോഡ്സിലെ ഇറ്റ് മേ ബി ഹാഫ് ഡ്യൂപ്ലക്സ് ഓർ ഫുൾ ഡ്യൂപ്ലക്സ്. അപ്പോൾ ഇങ്ങനെയുള്ള ഡാറ്റ ട്രാൻസ്മിഷൻ മോഡ്സ് ഡിസൈഡ് ചെയ്യുന്നതും ആരാണ്? സെഷൻ ലെയറാണ്. ഫോർത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫംഗ്ഷനാണ് ഫോർത്ത് വൺ, യൂസർ ഓതൻറ്റിക്കേഷൻ ആൻഡ് ഓതറൈസേഷൻ. ദെൻ വാട്ട് മീൻ ഓതൻറ്റിക്കേഷൻ ആൻഡ് ഓതറൈസേഷൻ? ഓതൻറ്റിക്കേഷൻ മീൻസ് ഒരു വാലിഡ് യൂസറാണോ എന്ന് സെർവർ ചെക്ക് ചെയ്യുന്നതാണ്. നമ്മളിപ്പോൾ ലോഗിൻ ചെയ്യും. ഫോർ എക്സാമ്പിൾ ലോഗിൻ ഐ ഡി അല്ലെങ്കിൽ പാസ്വേഡൊക്കെ അല്ലെങ്കിൽ യൂസർ നെയിമൊക്കെ ടൈപ്പ് ചെയ്തിട്ട് അത് സെർവറിൽ പോയിട്ട് വെരിഫൈ ചെയ്യും. ഈ പ്രോസസ്സിനെയാണ് വെരിഫൈ ചെയ്തിട്ട് ഓക്കെ ആയിട്ടുണ്ടെങ്കിൽ വാലിഡ് യൂസറാണ് എന്ന് ഡിസൈഡ് ചെയ്യുന്നത് ആരാണ്? ഏത് ലെയറിലാണ്? സെഷൻ ലെയറിലാണ്. ഇതിനെയാണ് യൂസർ ഓതൻറ്റിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എന്തായിരിക്കും ഓതറൈസേഷൻ? ഓതറൈസേഷൻ മീൻസ് ഇത്രയേ ഉള്ളൂ. വെരിഫൈ ചെയ്ത യൂസേഴ്സിന് ഡാറ്റ അല്ലെങ്കിൽ ആ വെബ് പേജ് അല്ലെങ്കിൽ സിംപ്ലി ഡാറ്റ ആക്സസ് ചെയ്യാനുള്ള പെർമിഷൻ ഉണ്ടോ അല്ലെങ്കിൽ ബ്ലോക്ക് ചെയ്യണോ, ഇത് കൂടി ചെയ്യുന്നത് ആരാണ്? സെഷൻ ലെയറാണ്. അതാണ് ഓതറൈസേഷൻ. ഓതറൈസേഷൻ മീൻസ് ജസ്റ്റ് ഗിവിങ് പെർമിഷൻ. ഒന്നുകിൽ അത് അലൗ ചെയ്യുക അല്ലെങ്കിൽ ഡെനി ചെയ്യുക. അപ്പോൾ സെഷൻ ലെയറിൻ്റെ മെയിനായിട്ടുള്ള ഫങ്ഷൻസ് എന്തൊക്കെയാണ്? എസ്റ്റാബ്ലിഷിംഗ്, മെയിൻറ്റെയിനിങ്, ടെർമിനേറ്റിംഗ് സെഷൻസ്. സെക്കൻഡ് ടോക്കൺ മാനേജ്മെൻറ്റ്. തേർഡ് ഡയലോഗ് കൺട്രോൾ. ആൻഡ് ലാസ്റ്റ് വൺ യൂസർ ഓതറൈസേഷൻ ആൻഡ് ഓതൻറ്റിക്കേഷൻ. ഇതൊക്കെ ചെയ്യുന്നത് ആരാണ്? സെഷൻ ലെയറിലാണ്. അപ്പോൾ എന്താണ് OSI മോഡൽ? OSI മോഡലിൽ എത്ര ലെയേഴ്സ് ഉണ്ട്, അവ ഓരോന്നും ഏതൊക്കെയാണ് എന്നൊക്കെ പഠിച്ചു അല്ലേ? അതിൽ സോഫ്റ്റ്വെയർ ലെയേഴ്സായ ആപ്ലിക്കേഷൻ ലെയർ, പ്രസൻറ്റേഷൻ ലെയർ, സെഷൻ ലെയർ, അവ എന്താണ്, അവ ഓരോന്നിൻ്റെയും ഫങ്ഷൻ പഠിച്ചു അല്ലേ? ഇനി ബാക്കി ലെയേഴ്സ് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ.